ഹലോ. നമ്മളിന്നൊരു വീക്കെൻഡ് ട്രിപ്പ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഇറങ്ങിയതാ. കുറച്ച് കാലമായി ട്രിപ്പൊക്കെ ചെയ്തിട്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഈ വീക്കെൻഡ് എന്തായാലും സ്പ്രിങ് ആയി, അപ്പോൾ എന്തായാലും ഒരു ഒരു ട്രിപ്പ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഇറങ്ങിയതാ. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും US പോയിട്ട് കുറച്ച് കാലമായി, അങ്ങനെയാണെങ്കിൽ ഒന്ന് US വരെ പോയിട്ട് വരാമെന്ന് വിചാരിച്ചു. എന്തായാലും ഇങ്ങനത്തെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ആയിട്ട് ഇപ്പോൾ നടക്കുക. അതായത് US-ൻ്റെയും കാനഡേൻ്റെയും കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഇപ്പോൾ ഓൾറെഡി നടക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും ഒന്ന് പോയി കണ്ടിട്ട് വരാമെന്ന് വിചാരിച്ചിട്ട് ഇറങ്ങിയതാണ്. അപ്പോൾ രാവിലെ ഒരു 8-8:30 ആയപ്പോൾ ഇറങ്ങി. 8:30 9 മണിയായി ഇറങ്ങി. ബോർഡർ ക്രോസ് ചെയ്തു. ഇപ്പോൾ ബോർഡർ ക്രോസ് ചെയ്ത് ഞങ്ങളിപ്പോൾ നയഗ്ര US സൈഡിൽ ഉള്ളത്. ബോർഡർ ക്രോസിങ് ഞാൻ നേരത്തെ ക്രോസ് ചെയ്തിട്ടുണ്ട്, 2-3 പ്രാവശ്യം അങ്ങാണ്ട് ഞാൻ ക്രോസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ കുറച്ചും കൂടെ ഒന്ന് സ്ട്രിക്റ്റ് ആക്കിയിട്ടുണ്ട് അവർ കുറച്ചും കൂടെ ഡോക്യുമെന്റ്സ് ചോദിക്കുന്നുണ്ട്. പണ്ട് സത്യം പറഞ്ഞാൽ ആദ്യമൊക്കെ ഞാൻ പോകുന്ന സമയത്ത് പാസ്പോർട്ട് മാത്രം ഉണ്ടെങ്കിൽ നമുക്ക് പോയിട്ട് വരാമായിരുന്നു, കുഴപ്പമൊന്നുമില്ല, ആരും ചോദിക്കത്തൊന്നുമില്ലായിരുന്നു. ഇപ്പം അങ്ങനെയല്ല, ഇപ്പം കുറച്ചും കൂടെ ഒക്കെ സ്ട്രിക്റ്റ് ആയിട്ട് കാര്യങ്ങളൊക്കെ ചോദിക്കാൻ തുടങ്ങി. വർക്ക് പെർമിറ്റും കാര്യങ്ങളും, അല്ലെങ്കിൽ PR കാർഡ് ആണെങ്കിൽ അങ്ങനെ എല്ലാം ചോദിക്കാൻ തുടങ്ങി. അല്ലെങ്കിൽ ഐറ്റിനറീസ്, എവിടെയാണ് പോകുന്നത്, ട്രാവല്, സ്റ്റേയിൻ്റെ കൺഫർമേഷൻ, ഈ കാര്യങ്ങളൊക്കെ ഇപ്പോൾ ചോദിക്കാൻ തുടങ്ങി. നേരത്തെ അത്രയും അവർ സീരിയസ് ആയിട്ട് നോക്കുന്നില്ലായിരുന്നു. അതാണ് ഇപ്പോഴത്തെ ഒരു ഡിഫറൻസ്. ഇഷ്ടംപോലെ ആൾക്കാരൊക്കെ ഉണ്ട്. ആ ലോബി സത്യം പറഞ്ഞാൽ ഫുള്ളായിരുന്നു. അപ്പോൾ അത്രയൊക്കെ തന്നെ ഉള്ളൂ. നമ്മളിപ്പോൾ എന്തായാലും ക്രോസ് ചെയ്തു. ആർക്കാണെങ്കിലും ഇപ്പോൾ ക്രോസ് ചെയ്യുന്നതിന് വലിയ കുഴപ്പമൊന്നുമില്ല. പ്രോപ്പർ ഡോക്യുമെന്റേഷൻ കാര്യങ്ങളെല്ലാം കയ്യിലുണ്ടെങ്കിൽ നമുക്ക് ക്രോസ് ചെയ്യാവുന്നേ ഉള്ളൂ. അവർ വണ്ടി കാര്യങ്ങളൊന്നും ചെക്കൊന്നും ചെയ്തില്ല. ബാക്കൊന്ന് വിൻഡോ ഒന്ന് റോൾ ചെയ്യാൻ പറഞ്ഞു. വിൻഡോ റോൾ ചെയ്തു. അവർ ജസ്റ്റ് ഒന്ന് നോക്കിയതേ ഉള്ളൂ. അല്ലാണ്ട് വേറെ പ്രത്യേകിച്ച് അവർ കാര്യമായിട്ട് വണ്ടിക്കകത്ത് ചെക്കിങ് ഒന്നും ചെയ്തില്ല. ഞാൻ അങ്ങോട്ട് US-ലേക്ക് പോകുമ്പോൾ, തിരിച്ചു വരുമ്പോൾ എങ്ങനെയാണെന്ന് അറിയത്തില്ല. അത് നമുക്ക് തിരിച്ചു വരുമ്പോൾ ഞാൻ എന്തായാലും ഞാൻ പറയാം. നമ്മളവിടെ നമുക്കത് വീഡിയോ ചെയ്യാൻ പറ്റില്ല, കാരണം അത് വീഡിയോ ചെയ്യാൻ പറ്റാത്തൊരു ഏരിയ. അതുകൊണ്ട് അവിടുന്ന് നമ്മളെന്തായാലും വീഡിയോ കാണിക്കുന്നില്ല. കുറച്ച് ഷോർട്സ് ഉണ്ട്, അത് ഞാൻ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യാം. അതല്ലാണ്ട് വീഡിയോ ചെയ്യാൻ പറ്റില്ല, കാരണം അതൊരു ബോർഡർ സർവീസ് സെക്യൂരിറ്റീൻ്റെ ഭാഗമായിട്ട് നമ്മളത് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നമുക്ക് പോകാൻ പറ്റിയെന്ന് വരില്ല. അതുകൊണ്ട് അത് ചെയ്തിട്ടില്ല. അപ്പോൾ എന്തായാലും ഇപ്പോൾ ഗ്യാസ് കുറവാണ്, അതായത് പെട്രോൾ കുറവാണ്. അപ്പോൾ നമ്മളൊന്ന് പെട്രോൾ അടിക്കാമെന്ന് വിചാരിച്ചു. നമുക്ക് അവിടുന്നും അത് കാനഡയിലേക്കാളും റേറ്റ് ഇവിടെ കുറവാണ്. അപ്പോൾ ഞാൻ പെട്രോൾ അടിച്ചിട്ടില്ലായിരുന്നു. അപ്പോൾ പെട്രോൾ ഒന്ന് അടിക്കണം. പിന്നെ ചെയ്യാനുള്ളത് കിലോമീറ്റർ മാറ്റണം. കിലോമീറ്റർ സെറ്റിംഗ് മാറ്റി മൈൽസിലേക്ക് ചേഞ്ച് ചെയ്യണം. ഇനിയിപ്പോൾ US-ലെത്തിയ കാരണം മൈൽസാണ്. അതുപോലെ പെട്രോൾ ലിറ്റർ മാറ്റി ഗാലൺ ആക്കണം. അത് രണ്ടുമാണ് ഇനി ചെയ്യാനുള്ളത്. ബൈ ദ വേ, നമ്മൾ പോകുന്നത് റോച്ചസ്റ്ററിലേക്കാണ്. റോച്ചസ്റ്റർ ഇവിടെ ഒരു പാർക്കുണ്ട്. ആ പാർക്ക് കണ്ടിട്ട് അവിടുന്ന് റോച്ചസ്റ്ററിലേക്കാണ് പോകുന്നത്. എന്തായാലും നമുക്ക് പോകുന്ന വഴിക്ക് ബാക്കി കാര്യങ്ങൾ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാം. നമ്മളിപ്പോൾ ഗ്യാസ് സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങിയിട്ട് നമ്മളിവിടെ ഒരു ഗാർഡൻ ഉണ്ട്. അപ്പോൾ ഒരു ബൊട്ടാനിക്കൽ ഗാർഡൻ എന്തുകൊണ്ട്, അപ്പോൾ നമ്മൾ അങ്ങോട്ട് പൊയ്ക്കൊണ്ടിരിക്കുക. ഞാൻ എന്തായാലും താഴെ അത് എഴുതി കാണിക്കാം, ഏത് ബൊട്ടാനിക്കൽ ഗാർഡൻ ആണെന്ന് ഞാൻ അവിടെ താഴെ എഴുതി കാണിക്കാം. അപ്പോൾ നമ്മൾ ഗ്യാസ് ഫില്ല് ചെയ്തത് ഒരു ഗ്യാലൻ പെട്രോളിന് ഇവിടെ വരുന്നത് 2.89 ഞാൻ നയഗ്രയിൽ നിന്ന് ഇപ്പോൾ അടിച്ചത്. അതിപ്പോൾ എത്രയാണെന്ന് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയോ. 2.89 $. ആട്ടോ. അപ്പോൾ അങ്ങനെ കാനഡയിൽ ഇപ്പോൾ ഒരു ലിറ്ററിന് വരുന്ന പ്രൈസ് വരുന്നത് 1.21, അതായത് $1.21 ഒക്കെയാണ് വരുന്നത്. അപ്പോൾ എങ്ങനെ പോയാലും കാനഡയിൽ അതിന് US-ൽ റേറ്റ് കുറവാണ്. അപ്പോൾ നമ്മൾ ഫുൾ ടാങ്ക് ഇപ്പോൾ അടിച്ചിട്ടുണ്ട്. അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുക. അതുപോലെ എനിക്ക് എപ്പോഴും തോന്നിയൊരു കാര്യമുണ്ട്. നമ്മളെപ്പോഴും ഞാൻ US-ൽ നിന്ന് പെട്രോൾ അടിക്കുന്നതിന് വേറൊരു കാര്യം കൂടെ ഉണ്ട്. ഒന്ന്, നമ്മുടെ പ്രൈസ് US-ൽ കുറവാണ്. രണ്ടാമത്തെ ഒരു കാര്യം, എനിക്ക് തോന്നുന്നു ഗ്യാസിൻ്റെ പ്യൂരിറ്റി ഇവിടെ കുറച്ചും കൂടെ കൂടുതലാണെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം എനിക്ക് കൂടുതലും എപ്പോഴും മൈലേജ് കിട്ടുന്നത് US-ൽ നിന്ന് ഗ്യാസ് അടിക്കുമ്പോഴാണ്. കഴിഞ്ഞ ഒരു 3-4 പ്രാവശ്യം ഞാൻ ഇവിടുന്ന് വന്നപ്പോൾ അടിച്ചപ്പോൾ എല്ലാം, കഴിഞ്ഞ ഒരു 3-4 പ്രാവശ്യം ഞാൻ വന്നപ്പോൾ എല്ലാം ഞാൻ അടിച്ചായിരുന്നു. ഫുൾ ടാങ്ക് അടിച്ചിട്ടാണ് ഞാൻ പോയത്. അപ്പോൾ ഓരോ പ്രാവശ്യം എനിക്ക് അടിക്കുമ്പോഴും എനിക്ക് നല്ല മൈലേജാണ് ഇവിടുത്തെ നോർമൽ ഗ്യാസിന് കിട്ടിക്കൊണ്ടിരുന്നത്. അപ്പോൾ അതൊരു റീസണും കൂടെയാണ് ഞാൻ ഇവിടുന്ന് പെട്രോൾ അടിക്കാനുള്ളത്. അപ്പോൾ എന്തായാലും നമ്മൾ ഇപ്പോൾ ആ ഗാർഡനിലേക്ക് പോവാണ്. ഇവിടുന്ന് ഓൾമോസ്റ്റ് ഇപ്പോൾ ഒരു 29 minutes 32 kilometers കാണിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും അവിടെ എത്തിയിട്ട് കാണാം. നമ്മളിപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുക. നമ്മളിപ്പോൾ ഒരു 9 minute നമ്മളെത്തും.
ഇതിപ്പോൾ ഇതൊരു കൺട്രി ഏരിയ പോലത്തെ ഒരു സ്ഥലമാണ്. പഠിക്കണമെങ്കിൽ ലൈസൻസ് വേണമെന്ന് അറിയാം. കുറേ പേർക്കൊക്കെ അറിയാമായിരിക്കും, എങ്കിലും ഞാൻ ഒന്നും കൂടെ പറയാം. എനിക്കിപ്പോൾ ഒൻറ്റാരിയോ ജി ലൈസൻസാണ് ഇപ്പോൾ എൻ്റെ കയ്യിലുള്ളത്. ഒൻറ്റാരിയോ ജി ലൈസൻസും ഇത് ഒൻറ്റാരിയോയിൽ രജിസ്റ്റർ ചെയ്ത വണ്ടിയാണ്. ഇതിപ്പോൾ എൻ്റെ വണ്ടിയാണ്. അപ്പോൾ ഇത് ഒൻറ്റാരിയോ രജിസ്റ്റർ ചെയ്ത വണ്ടിയും എൻ്റെ ജി ലൈസൻസും മാത്രമാണ് എനിക്കുള്ളത്. ജി ലൈസൻസ് പറയുമ്പോൾ കംപ്ലീറ്റ് ലൈസൻസാണ് എനിക്കുള്ളത്. അപ്പോൾ ആ ലൈസൻസ് ഉണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഓടിക്കാം, കുഴപ്പമൊന്നുമില്ല. വേറെ കാര്യങ്ങളൊന്നും നമ്മൾ ചെയ്യേണ്ട ആവശ്യമില്ല. ജി ലൈസൻസും പിന്നെ ഇത് ഒൻറ്റാരിയോ രജിസ്റ്റർ ചെയ്ത വണ്ടിയാണെങ്കിലും കുഴപ്പമില്ല. 6 മാസം വരെയൊക്കെ നമുക്ക് ഇവിടെ രജിസ്റ്റർ ചെയ്യാതെ ഓടിക്കാൻ പറ്റും. അതിനൊന്നും ഒരു കുഴപ്പമില്ല. നമ്മളിപ്പോൾ ഓൾമോസ്റ്റ് എത്താനായി. ഒരു 700-600 മീറ്റേഴ്സും കൂടെ ഉള്ളൂ. അത്യാവശ്യം വലിയ തിരക്കൊന്നുമില്ല. സത്യം പറഞ്ഞാൽ ഒരു സിറ്റി ഏരിയ ഒന്നുമല്ല. ഇത് ഒരു കൺട്രി, ഒരു ഒരു നാട്ടുപ്രദേശം എന്നൊക്കെ പറയുന്ന ആ സെറ്റപ്പാണ്. കുറച്ചും കൂടെ പച്ചപ്പുണ്ട് US എത്തിയപ്പോൾ. കാനഡ വെച്ച് നോക്കുമ്പോൾ സ്പ്രിങ് കുറച്ചും കൂടെ ഫാസ്റ്റായിട്ട് ഇവിടെ US എത്തിയപ്പോൾ കുറച്ചും കൂടെ ഫാസ്റ്റായി. അപ്പോൾ മൊത്തത്തിലൊരു പച്ചപ്പും ടെമ്പറേച്ചർ ആണെങ്കിൽ 17 ഡിഗ്രിയാണ് പുറത്ത്. നമ്മളിപ്പോൾ ദിൽവാരെ പാർക്കിലെത്തി. പാർക്കിംഗ് കണ്ടുപിടിക്കാൻ കുറച്ച് പണിയായിരുന്നു. ഇങ്ങനെ ഒരു പാർക്കിംഗ്, ഈ സ്ഥലമൊന്നും ആയി വരുന്നേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ ഒരു പാർക്കിംഗ് കണ്ടുപിടിക്കാൻ ഇച്ചിരി പണിയായിരുന്നു. അപ്പോൾ ഞാൻ പിന്നെ കുറച്ച് അപ്പുറത്തോട്ട് മാറ്റിയിട്ട് കുറച്ച് നടക്കാനുണ്ടായിരുന്നു. അങ്ങനെ അതൊരു മ്യൂസിയമാണ്. നമ്മളിപ്പോൾ അവിടെ കാണുന്ന ഒരു മ്യൂസിയമാണ്. കാണാവുന്ന ഞാൻ സൂം ചെയ്ത് കാണിച്ചു തരാം. ഇത് ഒരു പുതിയ മ്യൂസിയമാണ്. ഇപ്പോൾ തുടങ്ങിയതേ ഉള്ളൂ. അതിൻ്റെ പണികളൊക്കെ നടക്കുന്നേ ഉള്ളൂ. അപ്പോൾ അതൊരു മ്യൂസിയമാണ്. ഇപ്പോൾ ഇപ്പുറത്തേക്ക് വരുമ്പോൾ നമുക്കിവിടെ ഒരു ലേക്ക് വരുന്നുണ്ട്. അതുപോലെ ഇവിടെ ഒരു ഗാർഡൻ വരുന്നുണ്ട്. നല്ല അടിപൊളി ഭംഗിയുള്ള സ്ഥലമാണ്. ഇതിപ്പോൾ പുതിയതായിട്ട് അവരാക്കിയതുകൊണ്ട് തന്നെ നല്ല വൃത്തിയും. അധികം ഇന്ന് വെള്ളിയാഴ്ച, ഞാനിപ്പോൾ ഇന്നിപ്പോൾ ഞാൻ വീഡിയോ എടുക്കുന്ന ഒരു വെള്ളിയാഴ്ച. അപ്പോൾ അധികം ആൾക്കാരുമില്ല. നമുക്ക് അവിടെ ഒരു അമ്മച്ചി ഫിഷ് ചെയ്യുന്ന കാണാം. മൊത്തത്തിൽ നല്ലൊരു ഭംഗിയുള്ളൊരു സ്ഥലം ഇത്. നമ്മളിപ്പോൾ ഈ കാണുന്നതാണ് അതിൻ്റെ മെയിൻ എൻട്രൻസ് എന്ന് പറയുന്നത്. ഈ എൻട്രൻസിൽ കൂടെയാണ് വരണത്. ഇപ്പോൾ നമ്മളിപ്പോൾ അവിടെ പാർക്ക് ചെയ്യേണ്ടതുകൊണ്ട് നമ്മൾ അതിലേ വന്നതേ ഉള്ളൂ. അപ്പോൾ ഇതിലേ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ലേക്ക് കാണാം. ഈ ലേക്കിൻ്റെ പേരെന്താണെന്ന് ഞാൻ മറന്നുപോയി. സത്യം പറഞ്ഞാൽ ഞാനിവിടെ താഴെ എഴുതി കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് ഇവിടുത്തെ ഒരു സെറ്റപ്പ്. സത്യം പറഞ്ഞാൽ നല്ല അടിപൊളി സ്ഥലമാണ്. നല്ല കിടുക്കം വ്യൂ ആണ് ഇവിടെയൊക്കെ. ഒരു ഫാമിലി ആയിട്ടൊക്കെ ഔട്ടിങ് വരാൻ പറ്റിയൊരു സ്ഥലമാണ്. അപ്പോൾ അങ്ങോട്ട് നോക്കിയാൽ കാണാം, അവിടെ അത്യാവശ്യം ആൾക്കാർ കുറവാണ് എങ്കിൽ പോലും അവിടെയൊക്കെ അത്യാവശ്യം ആൾക്കാരുണ്ട്. അവിടെ പട്ടീനെയായിട്ട് നടക്കാൻ വന്നതും പിന്നെ കുറച്ച് സ്റ്റുഡൻസും കാര്യങ്ങളും അങ്ങനെ കുറച്ച് ടീംസുണ്ട്. അല്ലാണ്ട് പ്രത്യേകിച്ച് ഇവിടെയൊന്നും ആൾക്കാരൊന്നും ഇല്ല. അതുപോലെ ഇവിടെ ബോട്ടിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്. എനിക്ക് തോന്നുന്നു ഇത് ഓഫ് സീസണായി, ഇപ്പോൾ സീസണായി വരുന്നേ ഉള്ളൂ. അതുകൊണ്ടായിരിക്കും ബോട്ടിങ് കാര്യങ്ങളൊന്നും ഇവിടെ ഇതുവരെ ഇതെന്തായാലും ഓപ്പൺ ആക്കിയിട്ടില്ല. നമ്മളിപ്പോഴാണെങ്കിലും സ്റ്റിൽ നമ്മളിപ്പോൾ നയാഗ്ര ബഫല്ലോ റീജിയൻ തന്നെയാണ് ഉള്ളത്. അത്യാവശ്യം ഇപ്പോൾ ഒരു US വിസയൊക്കെ ഉള്ളവർക്കാണെങ്കിൽ ഒരു വീക്കെൻഡ് ചെയ്യാൻ പറ്റിയൊരു ട്രിപ്പായത്. ഇപ്പോൾ ഒരു വെള്ളിയാഴ്ച ഒരു ഓഫൊക്കെ എടുക്കുകയാണെങ്കിൽ, ഇപ്പോൾ ഞാനിപ്പോൾ വെള്ളിയാഴ്ച ഓഫ് എടുത്താണ്. വെള്ളിയാഴ്ച ഓഫൊക്കെ എടുത്ത് വെള്ളി ശനി ഞായർ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നമുക്ക് കാണാനും അത്യാവശ്യം ഫാമിലിയായിട്ട് ടൈം സ്പെൻഡ് ചെയ്യാനും പറ്റിയൊരു സ്ഥലമായത്. ഇവിടെ ബോട്ടിംഗ് റെൻ്റൽസ് ഉണ്ട്. ബോട്ടിംഗ് റെൻ്റൽസ് ജൂൺ മുതൽ ഓഗസ്റ്റ് വരെ ഇവിടെ ഓപ്പൺ ഉള്ളത്. 7 PM നമുക്കിവിടെ കണ്ടു കഴിഞ്ഞാൽ ബോട്ട് റെൻ്റൽസ് ഓപ്പൺ നോൺ 12 മണി മുതൽ ഒരു 7 മണി വരെ ഇവിടെ ബോട്ട് റെൻ്റൽസ് ഉണ്ട്. ഇപ്പോൾ അതാണ് മ്യൂസിയം. ഞാൻ പൊതുവെ മ്യൂസിയം കാര്യങ്ങളൊക്കെ ഞാൻ ഒഴിവാക്കാറാണ്. മ്യൂസിയം ആണെങ്കിലും പാർക്കാണെങ്കിലും ഞാൻ അധികം പോവാറില്ല. പിന്നെ ഇതിപ്പോൾ എനിക്കിങ്ങനെ ഒരു എന്തായാലും ഇവിടെ നിന്നൊരു സ്റ്റോപ്പ് ചെയ്യാമെന്ന് വിചാരിച്ചപ്പോൾ ഞാൻ അങ്ങനെ വന്നതാണ്. അതുപോലെ ഞാൻ മാക്സിമം ആൾക്കാരെയൊക്കെ അവോയ്ഡ് ചെയ്തെടുക്കാനാണ് നോക്കുന്നത്. കാരണം ആർക്കും ഇഷ്ടപ്പെടണമെന്നില്ല നമ്മൾ വീഡിയോ എടുക്കുന്നത്. ചിലപ്പം ഇതിപ്പോൾ ബഫല്ലോ, അതായത് നമ്മൾ നയാഗ്ര ബോർഡറിൽ നിന്നൊരു എത്ര പറയാം,
ഇതിപ്പോൾ ബഫലോ ഏരിയയിൽ നിന്ന്, അതായത് നയാഗ്ര നമ്മുടെ ബോർഡറിൽ നിന്ന്, കാനഡ ബോർഡറിൽ നിന്ന് ഒരു മണിക്കൂർ ട്രാവൽ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഏരിയയിലേക്ക് എത്താം. നമുക്ക് അത്യാവശ്യം ഇപ്പം ഞാനൊക്കെ എടുത്ത പോലെ ഇപ്പോൾ ഒരു വെള്ളിയാഴ്ച ഓഫ് എടുത്ത് വെള്ളി ശനി ഞായറൊക്കെ നമുക്ക് നോക്കുവാണെങ്കിൽ അത്യാവശ്യം എൻജോയ് ചെയ്യാൻ പറ്റിയൊരു സ്പോട്ടാണിത്. അതുപോലെ ഫാമിലിയൊക്കെ ആയിട്ടാണെങ്കിലും വന്നു കഴിഞ്ഞാൽ അത്യാവശ്യം സ്പെൻഡ് ചെയ്ത്, ഇപ്പോൾ ഒരു ജൂൺ ടൈമൊക്കെ ആണെങ്കിൽ ഒന്ന് ബോട്ടിംഗ് ഒക്കെ ചെയ്ത് പാർക്കിങ്ങിൽ പിള്ളേരൊക്കെ ഉണ്ടെങ്കിൽ അവരൊക്കെ ആയിട്ട് സ്പെൻഡ് ചെയ്യാനും. മേളിൽ ഗാർഡൻ ഉണ്ട്. നമ്മളിപ്പോൾ ഞാൻ മേളിലോട്ട് പോകുന്നുണ്ട്, അപ്പോൾ ഞാൻ ഗാർഡൻ കാണിച്ചു തരാം. അവിടെ ഒരു ഗാർഡൻ ഉണ്ട്. പിന്നെ അങ്ങോട്ട് പോകുമ്പോൾ നമുക്ക് വീണ്ടും പാർക്സ് വരുന്നുണ്ട്. നമുക്ക് അവിടെ കണ്ടു കഴിഞ്ഞാൽ അറിയാം, ഇഷ്ടംപോലെ ആൾക്കാർ ഇവിടെ ഫിഷിങ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ ഞാൻ ആദ്യം സൂം ചെയ്യുന്നില്ല, അവിടെ ഒരാളുണ്ട്. അപ്പുറത്തെ ഒരു ഏരിയയിലേക്ക് നോക്കി കഴിഞ്ഞാൽ അവിടെയൊക്കെ നമുക്ക് സൈഡിൽ ആൾക്കാർ നിൽക്കുന്നതാണ്. അവരെല്ലാവരും ഫിഷിങ്ങിന് വേണ്ടി വന്നേക്കുന്നതാണ്. അപ്പോൾ അങ്ങനെ വരുന്ന ആൾക്കാരുണ്ട്. അതുപോലെ പട്ടികളൊക്കെ ഉള്ള ആൾക്കാർ പട്ടികളെ നടത്താൻ വേണ്ടി കൊണ്ടുവരും. അങ്ങനെ മൊത്തത്തിൽ ഈ ഏരിയ മൊത്തത്തിൽ നിന്ന് എൻഗേജ്ഡ് ആണ്. ഇന്ന് വെള്ളിയാഴ്ച ആയതുകൊണ്ടാണ് മൊത്തത്തിൽ ആൾക്കാർ കുറവ്. വെള്ളിയാഴ്ച അധികം ആൾക്കാരൊക്കെ ഓഫീസ് കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ ബിസി ആയിരിക്കും. ഇപ്പോൾ ശനി ഞായറൊക്കെ ആണെങ്കിൽ ഇവിടെ അത്യാവശ്യം നല്ല ബിസിയാണ്. ഞാൻ ഈ ഏരിയേൻ്റെ ലൊക്കേഷനും കാര്യങ്ങളൊക്കെ ഞാൻ എന്തായാലും ഡിസ്ക്രിപ്ഷനിലിടാം. അതുപോലെ തന്നെ താഴെ ഞാൻ ഇതിൻ്റെ പേരും ബാക്കി ഡീറ്റെയിൽസും ഞാൻ എഴുതി കാണിക്കാം. അതുപോലെ നമ്മൾ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് DJI Osmo 6-ലാണ്. നമ്മൾ അതിൻ്റെ ഒരു അൺബോക്സിങ് ചെയ്തിട്ടുണ്ട്. ഞാൻ അതിൻ്റെ ഒരു ആ വീഡിയോൻ്റെ ലിങ്ക് മേളിൽ ഞാൻ പിൻ ചെയ്തേക്കാം. നമ്മളിപ്പോൾ താഴെ ആയിരുന്നുണ്ടായിരുന്നത്. നമ്മൾ താഴെ നിന്ന് ഇപ്പോൾ മേളിലോട്ട് കയറി വന്നു. അപ്പോൾ നമുക്ക് ഇപ്പുറത്തേക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ മ്യൂസിയത്തിന് ഞാൻ ആ ഫ്രണ്ട് ഭാഗം കാണിച്ചു തരാം. മ്യൂസിയം വരുന്ന ബഫലോ ആർട്ട് ഗാലറി മ്യൂസിയമാണിത്. അതിൻ്റെ അവിടെ ഒരു പാർക്കിംഗ് ഉണ്ട്, പക്ഷേ അത് പാർക്കിംഗ് ഒക്കെ ഫുള്ളാണ് നമുക്ക് അത്യാവശ്യം. പിന്നെ റിസർവ്ഡ് പാർക്കിംഗ് വരുന്നുണ്ട്. അതൊരു 3-4 എല്ലായിടത്തും വേക്കൻ്റ് ആയിരിക്കും. പക്ഷേ നമുക്ക് പാർക്ക് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ അപ്പുറത്തേക്ക് പാർക്ക് ചെയ്യണം. അത് മാത്രമേ ഇവിടുത്തെ ഒരു പ്രശ്നമായിട്ട് ഞാൻ കണ്ടുള്ളൂ. പിന്നെ നമ്മളിപ്പോൾ മ്യൂസിയത്തിൻ്റെ അടുത്തേക്ക് വരുമ്പോൾ നല്ല ഭംഗിയുണ്ട് സത്യം പറഞ്ഞാൽ കാണാൻ. ഒരു പാർലമെൻറ്റ് മന്ദിരം പോലെയൊക്കെ ഉണ്ട്. നമ്മൾ മ്യൂസിയത്തിൻ്റെ അടുത്തേക്ക് വരുമ്പോൾ ഇങ്ങനെയാണ് അതിൻ്റെ ഒരു വ്യൂ വരുന്നത്. അത്യാവശ്യം അടിപൊളിയായിട്ട് തന്നെ അവർ പാർക്ക് ചെയ്തിട്ടുണ്ട്. ആൾക്കാർ ഞാൻ പറഞ്ഞ പോലെ ഇന്ന് അത്യാവശ്യം കുറവാണ്. പക്ഷെ എനിക്ക് തോന്നുന്നു വീക്കെൻഡൊക്കെ ആകുമ്പോഴത്തേനും കുറച്ചും കൂടെ ആൾക്കാർ വരും. കാരണം ഒന്നാമത് ഇപ്പോൾ സ്പ്രിങ് തുടങ്ങി, അപ്പോൾ ആൾക്കാരൊക്കെ എന്തായാലും എവിടെയെങ്കിലുമൊക്കെ പോകാൻ വേണ്ടി എന്തായാലും റെഡി ആയിട്ടിരിക്കുകയായിരിക്കും. അപ്പോൾ എന്തായാലും ഇതൊക്കെ അവർക്ക് പറ്റിയൊരു സ്പോട്ടാണ്. കാരണം ഫാമിലിയൊക്കെ ആയിട്ട് സ്പെൻഡ് ചെയ്യാൻ ഇതൊരു എന്താ പറയുക, ഒരു അടിപൊളി സ്പോട്ടായിട്ട് എനിക്ക് തോന്നുന്നത്. ഈ പാർക്കൊക്കെ ആണെങ്കിലും ഇവർ നല്ല അടിപൊളിയായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ ഇത് മനസ്സിലാവും. മൊത്തം ഏരിയയും നല്ല അടിപൊളി ക്ലീൻ ആൻഡ് നീറ്റാണ്. അപ്പോൾ അങ്ങോട്ടൊക്കെ പോവുകയാണെങ്കിൽ അവിടെ പണി നടക്കുന്നുണ്ട്. കാരണം ഓഫ് സീസൺ ആയിരുന്നു, വിൻ്റർ ആയിരുന്നു. അപ്പോൾ ഓഫ് സീസൺ പരിപാടികളൊക്കെ കഴിഞ്ഞ് അവർ ഗാർഡനൊക്കെ ഒന്ന് മെയിൻറ്റെയിൻ ചെയ്ത് ക്ലീൻ ചെയ്ത് കൊണ്ടുവരുന്നേ ഉള്ളൂ. അപ്പോൾ നമുക്ക് കാണാം, ഇതാണ് ടുലിപ്സൊക്കെ ഓൾമോസ്റ്റ് എല്ലാം ഗ്ലൂം ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ തന്നെ ടുലിപ്സൊക്കെ ആയിട്ടുണ്ട്. ആൾക്കാർ ഇച്ചിരി കുറവാണെന്നാൽ പോലും ഉണ്ട്. സ്ഥിരം വരുന്ന ആൾക്കാരായിരിക്കണം. ആൾക്കാരൊക്കെ ഇവിടെ ഉണ്ട്. കല്യാണത്തിൻ്റെ ഷൂട്ടിങ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അങ്ങനെ മൊത്തം നടക്കുന്ന ആൾക്കാർ. ഇപ്പോൾ മാരേജിൻ്റെ ഒക്കെ ഷൂട്ടിങ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. നമ്മൾ അവരെയൊന്നും ആദ്യം എടുക്കുന്നില്ല. അതുപോലെ ഇവിടെ ഒരു റെസ്റ്റോറൻറ്റ് വരുന്നുണ്ട്. നല്ല അടിപൊളി ആംബിയൻസിൽ അവർ പണിതിട്ടുണ്ട്. കണ്ടു കഴിഞ്ഞാൽ അറിയാം. ഇവിടെ കുറച്ച് ഫ്ലവേഴ്സ് കാര്യങ്ങളൊക്കെ ഓൾറെഡി ബ്ലൂം ആയിട്ടുണ്ട്. അതുപോലെ അപ്പർ സൈഡ് കണ്ടു കഴിഞ്ഞാൽ നമുക്കറിയാം അവിടെ ഒരു വെഡ്ഡിങ് ഷൂട്ട് അവർ ചെയ്യുന്നുണ്ട്. അതിനൊക്കെ പറ്റിയൊരു ലൊക്കേഷനാണ്. അത്യാവശ്യം നല്ല എന്താ പറയുക, ഭംഗിയുണ്ട്. എല്ലാ ഫ്രെയിംസാണ്, നിങ്ങൾക്കിപ്പോൾ ഇത് കണ്ടു കഴിഞ്ഞാൽ അറിയാം. എല്ലാ ഫ്രെയിംസും നമ്മൾ എടുത്ത് നോക്കുമ്പോഴും നല്ല ഭംഗിയായിട്ട് അവർ ചെയ്തിട്ടുണ്ട്. മെയിൻ്റനൻസ് ആണെങ്കിലും നന്നായിട്ട് വൃത്തിയായിട്ട് അവർ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. കാമാണ്, വലിയ ഒച്ചയും ബഹളങ്ങളൊന്നുമില്ല. അതുപോലെ ഇവിടെ ഇഷ്ടംപോലെ ട്രെയിൽസ് ഉണ്ട്. നമുക്ക് വേണമെങ്കിൽ ഇതിലെ കൂടെയൊക്കെ നടന്ന്
അത്യാവശ്യം ടൈം സ്പെൻഡ് ചെയ്യാനും വേണമെങ്കിൽ ഇന്ന് ഒരു എന്താ പറയുക, ഒരു വൈകുന്നേരമൊക്കെ വന്നു കഴിഞ്ഞാൽ റെസ്റ്റോറൻറ്റിൽ ഫുഡൊക്കെ കഴിച്ച് ഒന്ന് ചില്ല് ചെയ്യാൻ പറ്റിയൊരു സ്ഥലമാണ്. മൊത്തത്തിൽ ഈ സ്ഥലമാണെങ്കിലും നല്ല ഭംഗിയായിട്ട് തന്നെ അവർ ചെയ്തിട്ടുണ്ട്. എനിക്കിതിൻ്റെ മൊത്തം ആംബിയൻസ് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഭയങ്കര അടിപൊളി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ക്ലീനാണ്. നല്ലൊരു എന്താ പറയുക, ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റിയൊരു സ്ഥലമാണ്. ഒരുപാടുണ്ട് ഇതിനെ നടന്ന് കാണിക്കാനാണെങ്കിൽ ഒരുപാട് സ്ഥലമുണ്ട് ഇവിടെ. ഇത് അത്യാവശ്യം വലിയൊരു പാർക്ക് ഏരിയ. അപ്പോൾ ഞാൻ മൊത്തമായിട്ട് എന്തായാലും ഞാൻ ഇപ്പോൾ ഇതിനകത്ത് എനിക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റത്തില്ല. എന്നാലും ഞാൻ മാക്സിമം ഞാൻ ട്രൈ ചെയ്യാം. നിങ്ങൾക്ക് കാണാമോയെന്ന് എനിക്കറിയത്തില്ല. ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞ പോലെ ആ ഒരു ഫിഷിങ് ചെയ്യുന്ന സ്ഥലമൊക്കെ ഈ പാർക്കിൻ്റെ അണ്ടറിൽ വരുന്നതാണ്. അപ്പോൾ അത്രയും വൈഡായിട്ടാണ് ഈ പാർക്കുള്ളത്. ഒരു ഡേ ഒക്കെ വേണമെങ്കിൽ ഫുള്ളായിട്ട് നമുക്കിവിടെ സ്പെൻഡ് ചെയ്യാം. വേണമെങ്കിൽ ഫുഡൊക്കെ കൊണ്ടുവന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫാമിലി ആയിട്ടൊക്കെ നൈസായിട്ട് നമുക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റുന്നൊരു സ്പേസായത്. ഇതാണ് ആ പാർക്കിൻ്റെ ഫ്രണ്ട് സൈഡ് വരുന്നത്. പാർക്കിൻ്റെ ഫ്രണ്ട് സൈഡ് ഇങ്ങനെയാണ്. അതുപോലെ ഇതുണ്ട്, ഇവിടെ നമുക്ക് കണ്ടു കഴിഞ്ഞാൽ അറിയാം ഇഷ്ടംപോലെ വണ്ടികൾ പാർക്ക് ചെയ്തിട്ടുണ്ട്. വേറെ പാർക്കിംഗ് സ്പേസ് ഒന്നുമില്ല. ഇവിടെ ഒരു 2 മണിക്കൂർ വരെ ഇവിടെ പാർക്ക് ചെയ്യാം. വേറെ പൈസയോ കാര്യങ്ങളൊന്നും ഫീയോ കാര്യങ്ങളൊന്നും നമുക്ക് കൊടുക്കേണ്ടതില്ല. അപ്പോൾ ഇത്രയൊക്കെ തന്നെയാണ് ഇവിടുത്തെ ഒരു എന്താ പറയുക ആംബിയൻസ്. പിന്നെ ഇതേപോലെ കുറേ അത്യാവശ്യം അകത്തോട്ട് നടക്കാനുണ്ട്. ഞാൻ പറഞ്ഞ പോലെ ഇത് അത്യാവശ്യം നല്ല വലിയൊരു സ്പേസാണ്. അവിടെ ആയിട്ടാണ് മ്യൂസിയം വരുന്നത്. അവിടെ കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട്, പക്ഷെ അത്ര ബിസിയൊന്നുമല്ല. അതുപോലെ നിങ്ങൾക്ക് ഇവിടെ പിള്ളേർക്കൊക്കെ കളിക്കാൻ പറ്റുന്നൊരു ഏരിയ വരുന്നുണ്ട്. പിന്നെ ഇതേപോലെ ഇങ്ങനെ മൊത്തത്തിൽ ഞാൻ പറഞ്ഞ പോലെ ഒരു ട്രെയിലാണ്. നമുക്ക് അത്യാവശ്യം നടക്കാനൊക്കെ മൈൻഡുള്ള ആൾക്കാർക്കാണെങ്കിൽ ഇവിടെ ഇഷ്ടംപോലെ നടക്കാനുണ്ട്. ഇത് കണ്ടു കഴിഞ്ഞാൽ അറിയാം ഇഷ്ടംപോലെ സ്ഥലമുണ്ട് നടക്കാനൊക്കെ. ഇവിടെ ഒരു കോർവെറ്റ് കിടക്കുന്ന കണ്ടപ്പോൾ അതിലേക്കൊന്ന് ചെറുതായിട്ടൊന്ന് കണ്ണു പോയതാ. കാനഡയിൽ എനിക്ക് തോന്നുന്നു കൂടുതലും കോർവെറ്റുകൾ ഞാൻ കണ്ടൊരു സ്ഥലമാണ്. ബാക്കി എവിടെയും ഞാൻ ഇത്രയും കോർവെറ്റുകൾ കണ്ടിട്ടില്ല. അതിന് മാത്രം കോർവെറ്റ് ഉണ്ട് കാനഡയിൽ. അപ്പോൾ അത്രയൊക്കെ തന്നെയുള്ളൂ ഇവിടുത്തെ വിശേഷങ്ങൾ. അത്യാവശ്യം സ്പെൻഡ് ചെയ്യാനൊരു എന്താ പറയുക, ഒരു വീക്കെൻഡൊക്കെ നമുക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റുന്നൊരു സ്ഥലം. അത്യാവശ്യം ഫാമിലിയൊക്കെ ആയിട്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്പെൻഡ് ചെയ്ത് ഹാപ്പി ആയിട്ട് തിരിച്ചു പോകാൻ പറ്റുന്ന ഒരു സ്പോട്ട്. ഞാൻ എന്തായാലും ഇതിൻ്റെയൊക്കെ എന്താ പറയുക അഡ്രസ്സ് കാര്യങ്ങളൊക്കെ ഇതിനകത്ത് പിൻ ചെയ്തേക്കാം. ഞാൻ ആ മ്യൂസിയത്തിൽ ഈ പ്രാവശ്യം ഞാൻ എന്തായാലും പോകുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും അതിൻ്റെ ഉള്ളിൽ എങ്ങനെയാണെന്ന് കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ കമൻറ്റിൽ പറയുക. നമ്മളെന്തായാലും അടുത്ത പ്രാവശ്യം വരുമ്പോൾ അതിനകത്ത് അതിൻ്റെ ഒരു ടൂർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അത്രയൊക്കെ തന്നെയുള്ളൂ ഈ പാർക്കിൻ്റെ വിശേഷങ്ങൾ. നമ്മൾ ഇനിയിപ്പോൾ ഇവിടുന്ന് റോച്ചസ്റ്ററിലേക്ക് പോവാം. നമ്മളിപ്പോൾ ഉള്ളത് കനാൽ സൈഡ് എന്ന് പറഞ്ഞൊരു ഹിസ്റ്റോറിക്കൽ പ്ലേസിലാണ് നമ്മളുള്ളത്. ഇതൊരു പോർട്ടായിരുന്നു. അത് പണ്ടൊരു പോർട്ടായിരുന്നു. ഇതൊരു മെയിൻ ബഫല്ലോ ഏരിയയിലെ തന്നെ ഒരു മെയിൻ പോർട്ടായിരുന്നു. ഈ ബഫല്ലോ റീജിയനിലെ തന്നെ ഇതിൻ്റെ ഒരു ഡെവലപ്മെൻറ്റൊക്കെ ഒരു മെയിൻ റീസൺ ഈ ഒരു പോർട്ടായിരുന്നു. പിന്നെ ഇതിന് ഒരുപാട് ഹിസ്റ്റോറിക്കൽ ഇമ്പോർട്ടൻസ് ഉള്ളൊരു പ്ലേസാണ്. അത്യാവശ്യം മോണിമെൻറ്റ്സും കാര്യങ്ങളും അതും പിന്നെ ട്രെയിൽസും അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതുപോലെ നിങ്ങൾക്ക് അവിടെ കാണാവുന്ന ഒരു നേവൽ ഷിപ്പാണ് അവിടെ ഉള്ളത്. ആ ഷിപ്പ് ഇപ്പോൾ വിസിറ്റേഴ്സിന് വേണ്ടി ഓപ്പൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനൊരു $25 USD ചാർജ് ഉണ്ട്. അത് ഓപ്പൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അത് പണ്ട് US നേവി അവർ യൂസ് ചെയ്തിരുന്ന ഷിപ്പാണത്. വിസിറ്റേഴ്സിന് വേണ്ടി ഓപ്പൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിനകത്ത് അതിൻ്റെ ഡെക്കും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. നമുക്കിപ്പോൾ അത് ഓപ്പൺ അല്ല, അതുകൊണ്ട് നമ്മൾ അതിനകത്തോട്ട് പോകുന്നില്ല. വിസിറ്റ് ചെയ്യാൻ പറ്റിയൊരു സ്ഥലമാണ് അത്. അതുപോലെ നമുക്കിവിടെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും ഒരുപാട് പണ്ടത്തെ പേർഷ്യൻ ഗൾഫ് വാറിൻ്റെ ഒക്കെ കുറേ എന്താ പറയുക മോണിമെൻറ്റ്സും കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കാണാൻ പറ്റും. അതിൻ്റെ കോൾഡ് വാറിനെ കുറിച്ചുള്ള ഒരു ആർട്ടിക്കിൾ കാര്യങ്ങൾ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ പേർഷ്യൻ ഗൾഫ് വാർ, അതുപോലെ ഗ്ലോബൽ വാർ ഓൺ ടെറർ, അങ്ങനെ കുറച്ച് ആർട്ടിക്കിൾസ് ഇവിടെ ഉണ്ട്. നോക്കിയാൽ കാര്യം കൊറിയൻ വാർ, വിയറ്റ്നാം വാർ, വേൾഡ് വാർ ഫസ്റ്റ്, സെക്കൻഡ്, സിവിൽ വാർ, അമേരിക്കൻ, ഇന്ത്യൻ വാർ,
പിന്നെ അങ്ങനെ വന്നു കഴിഞ്ഞ് അപ്പുറത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊരു അത്യാവശ്യം ഒരു പാർക്കുണ്ട് അവിടെ. പാർക്കിൽ കൂടെ ആണെങ്കിലും കുറച്ച് അത്യാവശ്യം നടക്കാൻ പറ്റും. അങ്ങ് അപ്പുറം വരെ ഉണ്ടത്. ഒരു മിലിറ്ററി പാർക്കായിട്ട് ഇപ്പോൾ അവരതിനെ മാറ്റിയേക്കുക. ഇവിടെ നമുക്ക് കണ്ട ഒരു ആങ്കർ അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 1975 വാറിൻ്റെ സമയത്ത് മരിച്ച സോൾജേഴ്സിൻ്റെ നെയിംസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇത് 1959 സോൾജേഴ്സിൻ്റെ ആണ്. നമ്മൾ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ 1975 കാണാൻ പറ്റും. അതുപോലെ നമ്മൾ ഈ ഇപ്പുറത്തെ സൈഡിലേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇപ്പുറത്തെ സൈഡിലേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് പോർട്ട് ആങ്കർ, അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഇവിടെ കാണാം. മൊത്തത്തിൽ ഇവരതൊരു റെക്രിയേഷൻ പർപ്പസിന് വേണ്ടിയാണ് ഇപ്പോൾ ഈ പോർട്ട് കൂടുതൽ അവർ ഉപയോഗിക്കുന്നത്. ഇവിടെ 2 എണ്ണം ഉണ്ട്. ഒന്ന് സബ്മറൈനും ഉണ്ട്, അതല്ലാണ്ടൊരു ഷിപ്പും ഇവിടെ ഉണ്ട്. പിന്നെ അങ്ങ് ദൂരെ നമുക്ക് കാണാമെന്ന് അറിയത്തില്ല. പിന്നെ നമുക്കിത് ഒരു ഹിസ്റ്റോറിക്കൽ മോണ്യുമെൻ്റ് ഒക്കെ ആയിട്ട് നമുക്ക് കാണാൻ പറ്റിയൊരു സ്പോട്ട്. അതാണ് ഇതിൻ്റെ ഒരു മെയിൻ ഒരു അട്രാക്ഷൻ. ഇവിടെ കൂടുതൽ അങ്ങനെ ഭയങ്കര സംഭവങ്ങളൊന്നുമില്ല. ഞാനിവിടെ ഫസ്റ്റ് ടൈം അല്ല വരുന്നത്. ഞാനിന് മുമ്പ് ഒരു പ്രാവശ്യം കൂടെ വന്നായിരുന്നു. അത് സമ്മറിലായിരുന്നു. സമ്മറിൽ അത്യാവശ്യം ഇവിടെ നല്ല തിരക്കുണ്ടാവും, സ്റ്റുഡൻസും പിന്നെ അത്യാവശ്യം ടൂറിസ്റ്റുകളും. അങ്ങനെ ഇവിടെ മൊത്തത്തിൽ അത്യാവശ്യം ആൾക്കാരെ കൊണ്ട് നിറഞ്ഞു നിൽക്കുന്നൊരു സമയമായിരുന്നു ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ. ഇപ്പോൾ പിന്നെ സീസൺ തുടങ്ങുന്നതൊക്കെ ഉണ്ടാവുള്ളൂ, അതുകൊണ്ടായിരിക്കും ഇപ്പോൾ ആൾക്കാർ ഇച്ചിരി കുറവ്. പക്ഷേ എന്തായാലും ഇവിടെ ആൾക്കാർ പൊതുവെ ഉണ്ടാകുന്നൊരു സ്ഥലമാണ്. നമുക്കെന്തായാലും ഇനിയിപ്പോൾ ഇവിടുന്ന് തിരിച്ച് പോവാം. കാരണം നമുക്കിന്ന് വൈകുന്നേരം ആവുന്നതിന് മുമ്പ് റോച്ചസ്റ്റർ എത്തണം. പിന്നെ അവിടെ കുറച്ച് ലൊക്കേഷൻസ് നമുക്ക് കാണാനും ഉണ്ട്. അപ്പോൾ പിന്നെ ഇനിയിപ്പോൾ ഇവിടുന്ന് പോവുകയാണ്. നമ്മൾ ഓൾറെഡി ഇവിടെ ഒരു പ്രാവശ്യം വന്നിട്ടുണ്ട്, നമ്മൾ വീഡിയോ ചെയ്തില്ലായിരുന്നു. അതുകൊണ്ടാണ് ഞാനിപ്പം ഇവിടെ നിർത്തിയത്. അല്ലെങ്കിൽ ഞാൻ ഇവിടെ നിർത്താതെ ഡയറക്റ്റ് ഡ്രൈവ് ചെയ്യാനുള്ള പ്ലാനായിരുന്നു. പിന്നെ ഇങ്ങനെ ഒരു സ്ഥലം ഉള്ളതുകൊണ്ട് ഇതിൻ്റെ വീഡിയോയും കൂടെ എടുത്തിട്ട് പോകാമെന്ന് വിചാരിച്ചിട്ടാണ് പിന്നെ നമ്മൾ ഇവിടെ സ്റ്റോപ്പ് ചെയ്തത്. പിന്നെ നമുക്ക് ഒബ്വിയസ്ലി ഡയറക്റ്റ് ഇവിടുന്ന് ഡ്രൈവ് ചെയ്യണ്ടല്ലോ എന്ന് വിചാരിച്ചു. അപ്പോൾ അത്രയൊക്കെ തന്നെയുള്ളൂ ഇവിടുത്തെ വിശേഷങ്ങൾ. നമ്മളിനിയിപ്പോൾ റോച്ചസ്റ്ററിലേക്ക് പോവാം. ഇനിയിപ്പോൾ ബാക്കി വിശേഷങ്ങൾ നമ്മൾ അടുത്ത വീഡിയോയിൽ പറയുന്നതാണ്. അതുപോലെ നമ്മുടെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ പറയുക. താങ്ക് യു.